ഹേ ഹായ് ഗായ്സ് നമ്മളിവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാണ്ട് പോകുന്ന ഒരു സിമ്പിളായിട്ടുള്ള സെയിൽസ് ഡാഷ്ബോർഡാണ്. നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാബ്ലു പബ്ലിക്കാണ്. ടാബ്ലുവിന് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഉണ്ട്. ടാബ്ലു ഡെസ്ക്ടോപ്പ്, ടാബ്ലു സെർവർ, ടാബ്ലു പ്രെപ്പ്, ടാബ്ലു റീഡർ ആൻഡ് ടാബ്ലു പബ്ലിക്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടാബ്ലു പബ്ലിക്കാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡാഷ്ബോർഡ് ഈ ഡാഷ്ബോർഡാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സെയിൽസ് ഡാഷ്ബോർഡ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്ന ഈ ഗ്ലോബൽ സ്റ്റോർ എന്ന് പറയുന്ന എക്സൽ ഡേറ്റയാണ്. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സൽ ഡേറ്റേനെ നമ്മൾ ടാബ്ലു പബ്ലിക്കിലേക്ക് ലോഡ് ചെയ്യണം. സോ ഞാൻ ടാബ്ലു പബ്ലിക് എടുത്തു. അതിനുശേഷം എക്സൽ ഫയൽ ആയതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റ് എക്സൽ ഞാൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫയൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഇവിടെ ലോഡാവും. സോ ഞാനൊക്കെ യൂഷ്വലി ചെയ്യാറുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. സോ നമ്മുടെ ഫയൽ എടുത്തു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. സോ ഈ രണ്ട് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡാറ്റേനെ നമ്മുടെ ടാബ്ലു പബ്ലിക്കിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ ഡാറ്റ ഇവിടെ ലോഡാവാണ്. ഓക്കെ, എറർ മെസ്സേജ്. ഓക്കെ, നമ്മുടെ ഡാറ്റ ഇവിടെ ലോഡായി. നമ്മുടെ ഡാറ്റ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇതാണ് നമ്മുടെ ഡാറ്റ. സോ ഓക്കെ, നമുക്കിനി വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക ഷീറ്റ്സിലാണ് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഷീറ്റ് വൺ കണ്ടോ. സോ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഷീറ്റിലേക്ക് പോയി. ഓക്കെ, നമുക്കിനി എന്താണ് ചെയ്യേണ്ടത്? ഇതെല്ലാം ഡിഫറെൻറ്റ് ഷീറ്റ്സാണ്. ഓവറോൾ സെയിൽസ് ഒരു ഷീറ്റാണ്, സെയിൽസ് ബൈ പ്രൊഡക്റ്റ് സബ് കാറ്റഗറി ഒരു ഷീറ്റാണ്, സെയിൽസ് ബൈ പ്രൊഡക്റ്റ് കാറ്റഗറി ഒരു ഷീറ്റാണ്. അങ്ങനെ ഇതെല്ലാം വെവ്വേറെ ഷീറ്റുകളാണ്. സോ നമുക്ക് ഓവറോൾ സെയിൽസ് കാണാം. സോ ഞാൻ ടാബ്ലു പബ്ലിക് എടുത്തു. ഇനി ഓവറോൾ സെയിൽസ് കാണാനായിട്ട് പോവുകയാണ്. സോ ഈ സെയിൽസിനെ ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് 3 മെത്തേഡിൽ നമുക്ക് ഇതിനെ വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിൽസിനെ ഞാൻ ഡ്രാഗ് ചെയ്തു, എന്നിട്ട് ഈ ഇതിലേക്ക് ഷെൽഫിലേക്ക് ഡ്രോപ്പ് ചെയ്തു. സോ ഇങ്ങനെ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റും. സോ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. സോ ഈ രീതിയിലാണ് നമുക്ക് നമ്മുടെ ഡാറ്റ വേണ്ടത്. സോ ഇത് ബാർ ചാർട്ടാണ്. സോ ഞാൻ മാറ്റിയിട്ട് ടെക്സ്റ്റബിൾസ് ആക്കുകയാണ്. ഓക്കെ, സോ ടെക്സ്റ്റബിൾസ് ആക്കിയപ്പോൾ ഡിഫറെൻ്റ് ആയി. സോ ഈ ഷോമി ബട്ടണിൽ നമുക്ക് ഏത് ചാർട്ടാണോ വേണ്ടത് ആ ചാർട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ടാബ്ലു തന്നെ ഡിഫോൾട്ടായിട്ട് ഒരു ചാർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ചാർട്ട് വേണ്ട നമുക്ക് വേറെ ഏതെങ്കിലും ചാർട്ടാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷോമിയിൽ പോയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിൽസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഷോമിയിലേക്ക് പോയി നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് വേണ്ട ഏതെങ്കിലും ചാർട്ട് സെലക്ട് ചെയ്യാം. സോ എനിക്ക് ടെക്സ്റ്റബിൾസ് ആണ് വേണ്ടത്. സോ ടെക്സ്റ്റബിൾസ് ക്ലിക്ക് ചെയ്തു. സോ വന്നു. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിൽസിനെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. സോ കണ്ടോ, ഡബിൾ ക്ലിക്ക് ചെയ്തു. മൗസ് ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോഴേക്കും എനിക്ക് വിഷ്വലൈസേഷൻ വന്നു. സോ എനിക്ക് ബാർ ചാർട്ട് അല്ല വേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡിൽ ബാർ ചാർട്ട് അല്ല. സോ അതുകൊണ്ട് തന്നെ ഞാനത് ടെക്സ്റ്റബിൾസ് ആക്കാൻ പോവാണ്. ജസ്റ്റ് ടെക്സ്റ്റബിൾസ് ക്ലിക്ക് ചെയ്തു, എനിക്ക് വന്നു. സോ ഇനി എന്താണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്? ഇനി നമുക്കിത് ഡോളർ സിമ്പിൾ ആക്കണം. സോ ഈ ഡോളർ സിമ്പിൾ ആക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോ നമുക്ക് ഈ ഡോളർ സിമ്പിൾ, ഈ കറൻസി നമുക്ക് രണ്ട് രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്ലോബൽ ചേഞ്ചും ചെയ്യാൻ പറ്റും, ലോക്കൽ ചേഞ്ചും ചെയ്യാൻ പറ്റും. ഗ്ലോബൽ ചേഞ്ച് ഞാൻ ഇവിടെ ഇപ്പോൾ ഗ്ലോബൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു ഓവറോൾ സെയിൽസ് എന്ന് പറഞ്ഞ ഷീറ്റിലാണ് ഗ്ലോബൽ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് എല്ലാത്തിലും എഫക്റ്റ് ആവും. ഓക്കെ, ഞാനിപ്പോൾ ഈ ഷീറ്റിന് വേണ്ടി മാത്രമായിട്ടാണ് ഗ്ലോബൽ ചേഞ്ച് ചെയ്യുന്നതെന്ന് വെക്കുക. സോ അത് എനിക്ക് എല്ലായിടത്തും എഫക്റ്റ് ആവും. പക്ഷേ എനിക്കത് വേണ്ട. എനിക്ക് ലോക്കലി മാറ്റിയാൽ മതി. എനിക്ക് ഒറ്റ ഷീറ്റിലേക്ക് മാത്രം ഈ ഡോളർ സിമ്പിൾ മതി. വേറെ ഒരു ഷീറ്റിലേക്കും അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കലി ചേഞ്ച് ചെയ്യാൻ പോവാണ്. ലോക്കലി ചേഞ്ച് ചെയ്യാനായിട്ട് ഈ സം ഓഫ് സെയിൽസിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് എടുത്തിട്ട് ഈ ഡിഫോൾട്ട് കണ്ടോ, ഈ ഡിഫോൾട്ടിൽ കറൻസി കസ്റ്റം ചെയ്യാൻ പറ്റും. ഞാൻ കറൻസി കസ്റ്റം എടുത്തിട്ട് ഡിസ്പ്ലേ യൂണിറ്റ്സ് നണ്ണെന്നെ കൊടുക്കുകയാണ്. തൗസൻഡ്സും മില്യൺസൊന്നും ഞാൻ കൊടുക്കുന്നില്ല, നണ്ണെന്നെ കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ നമ്മുടെ സെയിൽസ് ഡാഷ്ബോർഡിൽ അങ്ങനെയാണുള്ളത്. ഇനി ഞാൻ പ്രീഫിക്സിൽ ഡോളർ സിമ്പിൾ ആഡ് ചെയ്യാണ്. ഡോളർ സിമ്പിൾ ആഡ് ചെയ്തു. പിന്നെ ഡെസിമൽ പ്ലേസസിൽ ഡെസിമൽ ഞാൻ 0 ആക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി നമ്മുടെ ഇവിടെ ഡെസിമൽ ഒന്നുമില്ല, ഡെസിമൽ വാല്യൂസ് ഒന്നുമില്ല. സോ ഇങ്ങനെ കൊടുക്കുകയാണ്. സോ നമുക്ക് വന്നു. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷീറ്റ് നെയിം മാറ്റണം, ഓവറോൾ സെയിൽസ് ആക്കണം. സോ കണ്ടോ, ആ ഷീറ്റ് നെയിം മാറ്റാനായിട്ട് നമ്മളിവിടെ ഷീറ്റ് 1
ഇവിടേക്ക് വന്നിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പേര് ചേഞ്ച് ചെയ്യുക. ഓവറോൾ സെയിൽസ് എൻ്റർ. സോ കണ്ടില്ലേ, അതിവിടെ റിഫ്ലക്റ്റ് ആയി. സോ നമ്മൾ സക്സസ്ഫുള്ളി ഒരു ഷീറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് ഷീറ്റ് എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഷീറ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ന്യൂ വർക്ക് ഷീറ്റ് ഉണ്ട്. ഈ ന്യൂ വർക്ക് ഷീറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദി സെക്കൻഡ് ഷീറ്റായി. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെയും ഇതുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഡാഷ്ബോർഡാണ്, ഈ സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റോറിയാണ്, ന്യൂ സ്റ്റോറി. സോ ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ഷീറ്റ് ചെയ്യാം. സെക്കൻഡ് ഷീറ്റ് സെയിൽസ് ബൈ പ്രൊഡക്റ്റ് സബ് കാറ്റഗറിയാണ്. സോ അതിന് എനിക്ക് എന്തൊക്കെ വേണം? പ്രൊഡക്റ്റ് സബ് കാറ്റഗറിയും വേണം, സെയിൽസും വേണം, ഓവറോൾ സെയിൽസും വേണം. സോ ഞാൻ ചെയ്യുന്ന മെത്തേഡ്, പ്രൊഡക്റ്റ് സബ് കാറ്റഗറീനെ ഡബിൾ ക്ലിക്ക് ചെയ്യണു, സെയിൽസിനെ ഡബിൾ ക്ലിക്ക് ചെയ്യണു. സോ എനിക്കത് ഡിസ്പ്ലേ ആയി. ഇനി എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ബാർ ചാർട്ടാണ് വേണ്ടത്. സോ അതിനു വേണ്ടി ഞാൻ ഷോമിയിലേക്ക് പോയി ബാർ ചാർട്ട് സെലക്ട് ചെയ്തു, എനിക്ക് വന്നു. പക്ഷെ നമുക്ക് ഇവിടെ ഡിഫറെൻ്റ് ആണ്, ഡിസെൻഡിങ് ഓർഡറിലാണുള്ളത്. സോ ഞാൻ ഇത് ഡിസെൻഡിങ് ഓർഡറിലാക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാണ്. ഇത് ഭയങ്കര ചെറുതല്ലേ. സോ ഞാനിവിടെ എൻ്റർ വ്യൂ കൊടുത്തിട്ട്, സോ കണ്ടോ, എൻ്റെ വ്യൂ കൊടുക്കുമ്പോൾ നമുക്ക് മൊത്തം ഈ ഷീറ്റ് മൊത്തം നമ്മുടെ ചാർട്ടായി. എന്നിട്ട് ഞാൻ ഡിസെൻഡിങ് ഓർഡറിലാക്കാൻ പോവാണ്. സോ അതിനുള്ള ബട്ടൺസാണ് ഇത്. ഇത് ഡിസെൻഡിങ് ഓർഡറിലാക്കാനും ഇത് അസെൻഡിങ് ഓർഡറിലാക്കാനും. സോ ഞാൻ ഡിസെൻഡിങ് ഓർഡറിലാക്കി. ഡിസെൻഡിങ് ഓർഡറിലാക്കിയതിന് ശേഷം പിന്നെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. സോ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇത് പ്രൊഡക്റ്റ് സബ് കാറ്റഗറിയാണ്. ഈ പ്രൊഡക്റ്റ് സബ് കാറ്റഗറിയുടെയാണ് കളർ ചേഞ്ച് ചെയ്യേണ്ടത്. സോ അതിനുവേണ്ടി ഈ പ്രൊഡക്റ്റ് സബ് കാറ്റഗറീനെ ഞാൻ ഈ മാർക്കിൽ ഈ കളർ കാർഡിലേക്ക് ഈ പ്രൊഡക്റ്റ് സബ് കാറ്റഗറീനെ ആഡ് ചെയ്യാൻ പോവാണ്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. സോ പ്രൊഡക്റ്റ് സബ് കാറ്റഗറീനെ ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പോവാണ് കളറിലേക്ക്. സോ ഓക്കെ, എനിക്ക് ഡിഫറെൻറ്റ് കളർ കിട്ടി. ഇനി ഞാൻ ഓക്കെ, ഇനി ഇതിലെന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഈ വാല്യൂസ്, ഈ ഓവറോൾ സെയിൽസ് നമുക്ക് കിട്ടണം. സോ അതിനെന്താണ് ചെയ്യുക? സോ അതിന് വേറെ ഒന്നും ചെയ്യണം, ഭയങ്കര സിമ്പിളാണ്. ഈ ലേബൽസ് കണ്ടോ, ഈ ടി എന്ന് പറഞ്ഞ സിമ്പിൾ കണ്ടോ, ഇതിനെ ലേബൽ എന്നാണ് പറയുക. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഓവറോൾ സെയിൽ കിട്ടി. കണ്ടില്ലേ? ഇനി ഈ ഓവറോൾ സെയിലിന് നമുക്ക് ഇത് ഡോളർ സിമ്പിൾ കൊടുക്കണം, പിന്നെ ഡെസിമൽ വാല്യൂസ് കൊടുക്കണം, പിന്നെ മില്യൺസിലാക്കണം. സോ അതൊരു ലോക്കൽ ചേഞ്ചാണ്. സോ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സം ഓഫ് സെയിൽസിനെ ലോക്കലി ചേഞ്ച് ചെയ്യാൻ പോവാണ്. റൈറ്റ് ക്ലിക്ക്, ഓക്കെ ഒന്നുകൂടി കാണിക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഫോർമാറ്റ് എടുത്തു. ഈ ലെഫ്റ്റ് സൈഡിൽ ആക്സിസ് ആൻഡ് പാനിൽ ഡിഫോൾട്ടിൽ കറൻസി കസ്റ്റം ചെയ്തു. എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്? എനിക്ക് ഡിസ്പ്ലേ യൂണിറ്റ്സ് മില്യൺസിലാക്കണം. സോ ഡിസ്പ്ലേ യൂണിറ്റ് മില്യൺസിലാക്കി, ഇവിടെ ചേഞ്ചായി. ഇനി എനിക്ക് റുപ്പിയുടെ സിമ്പിൾ മാറ്റിയിട്ട് ഡോളറിൻ്റെ സിമ്പിൾ ആഡ് ചെയ്യണം. സോ കണ്ടില്ലേ, ശരിയായില്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് സെയിൽസ് ബൈ പ്രൊഡക്റ്റ് സബ് കാറ്റഗറി ഈ പേര് ആഡ് ചെയ്യണം. സോ അത് ആഡ് ചെയ്യാനായിട്ട് ഈ ഷീറ്റ് ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു, സെയിൽസ് ബൈ പ്രൊഡക്റ്റ് സബ് കാറ്റഗറി ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ. സോ നമ്മുടെ പേര് ഇവിടെ റിഫ്ലക്റ്റ് ആയി. സോ നമ്മുടെ സെക്കൻഡ് ഷീറ്റും കഴിഞ്ഞിരിക്കുക. ഇനി നമ്മൾ മൂന്നാമത്തെ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് പോവുക. മൂന്നാമത്തെ ഷീറ്റിൽ സെയിൽസ് ബൈ പ്രൊഡക്റ്റ് കാറ്റഗറി ഈ ഷീറ്റാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഷീറ്റ് എടുക്കുകയാണ്. പുതിയ ഷീറ്റ് എടുത്തു. എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്? സെയിൽസ് ബൈ പ്രൊഡക്റ്റ് കാറ്റഗറി. എനിക്കപ്പോൾ സെയിൽസും വേണം, പ്രൊഡക്റ്റ് കാറ്റഗറിയും വേണം. സോ അതിന് വേണ്ടി ഞാൻ പ്രൊഡക്റ്റ് കാറ്റഗറീനെ ഡബിൾ ക്ലിക്ക് ചെയ്തു, അതേപോലെ സെയിൽസിനെ ഡബിൾ ക്ലിക്ക് ചെയ്തു. എനിക്ക് വേണ്ട ചാർട്ട് ബാർ ചാർട്ടാണ്. സോ അതുകൊണ്ട് ഞാൻ ഷോമിയിൽ പോയി ബാർ ചാർട്ടിൽ ക്ലിക്ക് ചെയ്തു. ഞാൻ എൻ്റെ വ്യൂ കൊടുത്തു. എൻ്റെ ഷീറ്റ് മൊത്തം അത് റിഫ്ലക്റ്റ് ആയി. സോ എന്നിട്ട് ഓക്കെ, എനിക്ക് ഈ വ്യൂ ആണ് വേണ്ടത്. സോ എനിക്ക് വന്നിട്ടുള്ള ഡിഫറെൻറ്റ് വ്യൂ ആണ്. അപ്പോൾ ഞാൻ ഇത് എന്ത് ചെയ്യണം? ഞാൻ അത് സ്വാപ്പ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ സ്വാപ്പ് ബട്ടൺ. നമ്മൾ അസെൻഡിങ്ങിൻ്റെയും ഡിസെൻഡിങ്ങിൻ്റെയും തൊട്ടപ്പുറത്തായിട്ട് സ്വാപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സ്വാപ്പായി. കണ്ടില്ലേ? ഫർണിച്ചർ, ഓഫീസ്, അപ്ലൈസസ് ആൻഡ് ടെക്നോളജി അതുതന്നെയല്ലേ വന്നേക്കുന്നത്. ഇനി എനിക്ക് ഡിഫറെൻറ്റ് കളർ ആഡ് ചെയ്യണം. സോ നമ്മൾ എന്താ ചെയ്തത്? ഈ പ്രൊഡക്റ്റ് സബ് കാറ്റഗറീനെ ഡിഫറെൻറ്റ് കളറിൽ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് സബ് കാറ്റഗറീനെ ഈ കളർ കാർഡിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്തത്. സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഈ പ്രൊഡക്റ്റ് കാറ്റഗറീനെ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം കളറിലേക്ക്. കണ്ടില്ലേ? സിമ്പിൾ.
ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഈ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യണം. ഈ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ നമ്മൾ മുന്നത്തെ ഷീറ്റിൽ ചെയ്ത പോലെ തന്നെ ഇതേ ഈ ലേബൽ സിമ്പിളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. വന്നു. ഇനി നമുക്ക് എന്താ വേണ്ട? മില്യൺസിലാക്കണം, ഡെസിമൽ വാല്യൂസ് ആഡ് ചെയ്യണം, പിന്നെ കറൻസി മാറ്റണം. ഇവിടെ ഞാൻ റുപ്പയാണ് കൊടുത്തിട്ടുള്ളത്, നമുക്കത് മാറ്റി ഡോളറിലാക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ലോക്കലി ചേഞ്ച് ചെയ്യാൻ പോവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഫോർമാറ്റ് എടുത്തു, പാനിലെ ഡിഫോൾട്ടിൽ കറൻസി കസ്റ്റം എടുത്തു, ഡെസിമൽ വാല്യൂ 2 തന്നെ എടുക്കട്ടെ. ഡിസ്പ്ലേ യൂണിറ്റ്സിൽ മില്യൺസിലാക്കി, പ്രീഫിക്സ് ഡോളറിൽ ആഡ് ചെയ്തു. സോ ഡൺ. കണ്ടില്ലേ? വന്നു. ഇനി നമുക്ക് ഈ പേര് മാറ്റാം. സെയിൽസ് ബൈ പ്രൊഡക്റ്റ് കാറ്റഗറി. അത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു ഷീറ്റ്സിൽ. സെയിൽസ് ബൈ പ്രൊഡക്റ്റ് കാറ്റഗറി. എൻ്റർ. കണ്ടില്ലേ? അവിടെ ഡിസ്പ്ലേ ആയി. സോ നമ്മൾ 3 ഷീറ്റ് നമ്മുടെ കംപ്ലീറ്റ് ചെയ്തേക്കാണ്. നമ്മുടെ 3 ഷീറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മുടെ 4ാമത്തെ ഷീറ്റ് സെയിൽസ് ബൈ ഷിപ്പ് മോഡ് ആൻഡ് കണ്ടെയ്നർ. ഓക്കെ, നമുക്ക് ഇത് ചെയ്യാം. സെയിൽസ് ബൈ ഷിപ്പ് മോഡ് ആൻഡ് കണ്ടെയ്നർ. സോ അതിന് എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്? സെയിൽസ് വേണം, ഷിപ്പ് മോഡ് വേണം, ആൻഡ് കണ്ടെയ്നേഴ്സും വേണം. സോ ഞാൻ വേറൊരു ഷീറ്റ്, പുതിയൊരു ഷീറ്റ് എടുക്കുകയാണ്. അതെ, ന്യൂ വർക്ക് ഷീറ്റിൽ ക്ലിക്ക് ചെയ്തു. എന്തൊക്കെയാണ് വേണ്ടത്? എനിക്ക് സെയിൽസ് വേണം, ഷിപ്പ് മോഡ് വേണം, ആൻഡ് കണ്ടെയ്നേഴ്സും വേണം. സോ ഇതേ പ്രൊഡക്റ്റ് കണ്ടെയ്നർ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു, ഷിപ്പ് മോഡ് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് സെയിൽസും ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. വന്നു. നമുക്ക് ടാബിൽ തന്നെ ഡിഫോൾട്ട് ആയിട്ട് ഒരു ചാർട്ട് നമുക്ക് തന്നു. ഇനി നമ്മൾ ഓക്കെ, നമുക്കതിനെ എൻ്റർ വ്യൂ ആക്കാം. ഓക്കെ, എൻ്റർ വ്യൂ കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്കിതിൽ ഗ്രാൻഡ് ടോട്ടൽ കണ്ടോ? ഇതിൽ ഗ്രാൻഡ് ടോട്ടൽ ഉണ്ട്, റോ ലെവലും ഉണ്ട്, കോളം ലെവലും ഉണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ ഇല്ല ഇപ്പോൾ ഇതിൽ. സോ ഇതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഈ അനാലിസിസ് എടുത്തിട്ട്, മുകളിൽ അനാലിസിസ് എടുത്തിട്ട്, ടോട്ടലിൽ ഷോ ഗ്രാൻഡ് ടോട്ടൽ, ഷോ റോ ഗ്രാൻഡ് ടോട്ടൽ അടിച്ചു കഴിഞ്ഞാൽ റോ ലെവൽ ഗ്രാൻഡ് ടോട്ടൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കോളം ഗ്രാൻഡ് ടോട്ടലും വേണം. സോ അതിന് പിന്നെ അനാലിസിസ് എടുക്കുക, ടോട്ടൽ എടുക്കുക, ഷോ കോളം ഗ്രാൻഡ് ടോട്ടൽ. സോ കിട്ടി. സിമ്പിളാണ്. സോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഓക്കെ, ഈ ഗ്രാൻഡ് ടോട്ടലിൻ്റെ കളർ മാറ്റണം. സോ ഈ ഗ്രാൻഡ് ടോട്ടലിൻ്റെ കളർ മാറ്റാനായിട്ട് നമുക്ക് ലോക്കലി ഉള്ളൊരു ചേഞ്ചാണ്. സോ ഞാൻ ഈ സം ഓഫ് സെയിൽസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഫോർമാറ്റ് എടുത്തു. ഫോർമാറ്റ് എടുത്തതിന് ശേഷം ടോട്ടലിൽ കണ്ടോ ഫോണ്ട് എടുക്കുക. ഫോണ്ട് എടുത്തതിന് ശേഷം എനിക്ക് വേണ്ടത് ഓക്കെ മഞ്ഞ, ഓക്കെ ഓറഞ്ച്, ഓക്കെ റെഡ്. ഓക്കെ, ഞാൻ റെഡിൽ ഡിസ്പ്ലേ ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം. ഓക്കെ, ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ബോൾഡ് ആക്കാം, സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ സൈസ് കൂട്ടാം. ഓക്കെ ഓക്കെ, എനിക്ക് കിട്ടി. സോ അത് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഇവിടെയും ഡോളർ സിമ്പിളും ഓക്കെ, ഡോളർ സിമ്പിൾ മാറ്റണം. ഡോളർ സിമ്പിൾ മാറ്റാനായിട്ട് നമ്മൾ ഇപ്പോഴും ഫോർമാറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റിൽ ഡിഫോൾട്ടിൽ കറൻസി കസ്റ്റമിൽ ഡിസ്പ്ലേ യൂണിറ്റ് 1000 വേണ്ടത്. പ്രീഫിക്സ് ഡോളറിലാണ് വേണ്ടത്. ഓക്കെ, ഡൺ. ശരിയല്ലേ? ഓക്കെ, 2 ഡെസിമൽ വാല്യൂസ് ഒന്നാക്കണം. ഓക്കെ, ഒന്നാക്കി. ശരിയല്ലേ? ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഓക്കെ, സെയിൽസ് ബൈ ഷിപ്പ് മോഡ് ആൻഡ് കണ്ടെയ്നർ. ഓക്കെ, പേര് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, സെയിൽസ് ബൈ ഷിപ്പ് മോഡ് ആൻഡ് കണ്ടെയ്നർ. എൻ്റർ. ഓക്കെ, ഡൺ. നമ്മുടെ ഈ ഒരു ഡാഷ്ബോർഡും ഈ ഒരു ഷീറ്റും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഒറ്റ ഷീറ്റേ ചെയ്യാനായിട്ട് ബാക്കിയുള്ളൂ. അത് നമ്മുടെ സെയിൽസ് ബൈ കസ്റ്റമർ സെഗ്മെൻ്റ് ആണ്. അതിന് ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പൈ ചാർട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? സെയിൽസ് ബൈ കസ്റ്റമർ സെഗ്മെൻറ്റ്. സോ അതിന് വേണ്ടിയിട്ട്
നമ്മൾ കസ്റ്റമർ സെഗ്മെൻറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യണു. ഇത് സെയിൽസും ഡബിൾ ക്ലിക്ക് ചെയ്യണം. വന്നു. ഇനി നമുക്ക് ഷോമിയിൽ കണ്ടോ പൈ ചാർട്ട്, ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൈ ചാർട്ട് വന്നു. ഓക്കെ, പൈ ചാർട്ട് വന്നു. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഈ കണ്ടോ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് മൗസ് പോയിൻ്റർ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ സെഗ്മെൻറ്റ് കണ്ടോ, കോർപ്പറേറ്റ്, പിന്നെ സെയിൽസ് കണ്ടോ 3269 ആ ഡിജിറ്റ് അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഈ മാർക്ക് ലാബിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നു. കണ്ടില്ലേ? സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പൈസയായിട്ട് നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. സോ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സൻറ്റേജിൽ ആക്കാൻ പറ്റും. പേഴ്സൻറ്റേജിൽ ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്വിക്ക് ടേബിൾ കാൽക്കുലേഷൻ കൊടുക്കുക. ക്വിക്ക് ടേബിൾ കാൽക്കുലേഷനിൽ പോയിട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ. ഓക്കെ, സോ നമ്മൾ ഇവിടെ വെക്കുമ്പോൾ കണ്ടോ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സെയിൽസ് അത് വന്നിട്ടുണ്ട് നമ്മൾ മൗസ് പോയിൻ്റ് ചെയ്യുമ്പോൾ. സോ ഓക്കെ, നമുക്ക് ഇത് കുറച്ച് ഇത് ചെയ്യാൻ കുറച്ച് പാടാണ്. സോ അത് നമുക്ക് ഇത്ര ചെയ്താൽ മതി. സോ നമുക്ക് ഇതിൻ്റെ പേര് മാറ്റാം. പേര് സെയിൽസ് ബൈ കസ്റ്റമർ സെഗ്മെൻറ്റ്. സെയിൽസ് ബൈ കസ്റ്റമർ സെഗ്മെൻറ്റ്. ഓക്കെ, നമ്മൾ മാറ്റി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് ഈ നമ്മുടെ ഈ ഷീറ്റ് നെയിമൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാം. ഷീറ്റ് നെയിം എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ടൈറ്റിൽ കൊടുക്കുക. എഡിറ്റ് ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഷീറ്റ് നെയിമിൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കത് ബോൾഡ് ആക്കാം. പിന്നെ നമ്മുടെ സൈസ് ഇത് നമ്മളൊരു 16 ആക്കിയിട്ടുണ്ട്. നമ്മളതിൻ്റെ കളർ ഒരു ഇത് ഓക്കെ, ഈ ഒരു കളർ കൊടുക്കുകയാണ്. അപ്ലൈ. കണ്ടോ, ഇത് വന്നു. ഇനി ഇതിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനായിട്ട് നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ ഫോർമാറ്റ് ടൈറ്റിൽ കണ്ടോ, ഈ ഫോർമാറ്റ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനിപ്പോൾ ഇങ്ങനെ കൊടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനെ കൊടുത്തു. സോ അത് നമുക്ക് എല്ലാത്തിലും അതങ്ങനെ അപ്ലൈ ചെയ്യാം. സോ അത് ഓക്കെ, അത് എല്ലാത്തിലും അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും കൂടി മാറ്റാം. ഓക്കെ, ഫോർമാറ്റ് ടൈറ്റിൽ എടുക്കുക. ഫോർമാറ്റ് ടൈറ്റിൽ എടുത്തിട്ട് ഷെയ്ഡ് ഓക്കെ ഓക്കെ എല്ലാം മാറ്റാം. എഡിറ്റ് ടൈറ്റിൽ 16 വോൾട്ട്. ഓക്കെ, ഓക്കെ, ഒന്നും കൂടി. ഓക്കെ ഓക്കെ, നമ്മളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഡോളറുകളാക്കാം. ഓക്കെ, കസ്റ്റം ഓക്കെ മില്യൺസിൽ.
ഓക്കെ, ഡോളറിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എല്ലാ ഷീറ്റ്സും റെഡി ആയിട്ടുണ്ട്. എൻ്റെ വ്യൂ, ഓക്കെ, എല്ലാ ഷീറ്റ്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഡാഷ്ബോർഡ് എടുത്ത്, ഓക്കെ ഓക്കെ, ഇനി ന്യൂ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ന്യൂ ഡാഷ്ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ ഇത് ഹാഫേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ഫുൾ വിഡ്ത്ത് ആക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈസ് എടുത്തിട്ട് ഈ ഡ്രോപ്പ് ഡൗൺ എടുത്തിട്ട് റേഞ്ച് മാറിയിട്ട് ഓട്ടോമാറ്റിക് കൊടുക്കുക. സോ നമുക്കത് ഫുൾ വിഡ്ത്തിൽ കിട്ടി. ഇനി നമുക്ക് ഡാഷ്ബോർഡ് ചെയ്യാം. സോ നമുക്ക് 2 ടൈപ്പിൽ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ടൈൽഡ് ഡാഷ്ബോർഡും ഉണ്ട്, ഫ്ലോട്ടിംഗ് ഡാഷ്ബോർഡും ഉണ്ട്. ടൈൽ ഡാഷ്ബോർഡാണ് ഒന്നും കൂടി സിമ്പിൾ. ലൈക്ക് ടൈൽ ഡാഷ്ബോർഡ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കണ്ടോ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. കണ്ടോ, ഫിക്സ്ഡ് സൈസാണെല്ലാം. ഇതല്ല, നമ്മളിപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ഡാഷ്ബോർഡാണ് എടുക്കുന്നത്. സോ നമ്മൾ സൈസ് മാറ്റാണ്. സൈസ് നമ്മൾ ഓട്ടോമാറ്റിക്കലി കൊടുക്കുകയാണ്. ഫുഡ് വിഡ്ത്ത് കിട്ടി. നമ്മൾ ഫ്ലോട്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിനനുസരിച്ചിട്ട് അത് മാറ്റാൻ പറ്റും. പക്ഷെ എനിക്കിഷ്ടം ടൈൽ ഡാഷ്ബോർഡാണ്. ടൈൽ ഡാഷ്ബോർഡ് ആകുമ്പോൾ വലിയ പണിയില്ല. സോ ഓക്കെ, ഞാൻ ഡാഷ്ബോർഡ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് ഓക്കെ, പ്രൊഡക്റ്റ് സബ് കാറ്റഗറി, ഓവറോൾ സെയിൽസ് ബൈ കസ്റ്റമർ സെഗ്മെൻറ്റ് കൊടുക്കാം. സെയിൽസ് ബൈ കസ്റ്റമർ സെഗ്മെൻറ്റ് ഞാൻ ഡ്രാഗ് ചെയ്തു, ഡ്രോപ്പ് ചെയ്തു. സോ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തു. എനിക്കിത് വേണ്ട, ഈ ഒരു ഭാഗം വേണ്ട. സോ അത് ഞാൻ റിമൂവ് ചെയ്യാണ്. ഇതും വേണ്ട, എനിക്ക് പൈ ചാർട്ട് മാത്രം മതി. സോ ഞാൻ റിമൂവ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് സെയിൽസ് ബൈ പ്രൊഡക്റ്റ് സബ് കാറ്റഗറി, സെയിൽസ് ബൈ ഷിപ്പ് മോഡ് ആൻഡ് കണ്ടെയ്നർ കൊടുക്കാം. സെയിൽസ് ബൈ ഷിപ്പ് മോഡ് ആൻഡ് കണ്ടെയ്നർ. സോ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഓക്കെ, പ്രൊഡക്റ്റ് സബ് കാറ്റഗറി കൊടുക്കാം. പ്രൊഡക്റ്റ് സബ് കാറ്റഗറി, ഓക്കെ സോറി, പ്രൊഡക്റ്റ് സബ് കാറ്റഗറി അല്ല, സെയിൽസ് ബൈ പ്രൊഡക്റ്റ് സബ് കാറ്റഗറി തന്നെയാണല്ലോ. ഓക്കെ, പ്രൊഡക്റ്റ് സബ് കാറ്റഗറി കൊടുത്തു. ഇനി നമുക്ക് ഓവറോൾ സെയിൽസ്, കൊടുത്തു. സെയിൽസ് ബൈ പ്രൊഡക്റ്റ് സബ് കാറ്റഗറി അതും കൊടുത്തു. ഇനി നമുക്ക് ഒന്ന് ശരിയാക്കാം. ഓക്കെ, നമുക്ക് ഈ ഓവറോൾ സബ് കാറ്റഗറിയിൽ ചെറിയ ചേഞ്ച് വരുത്താനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഷീറ്റിലേക്ക് പോവാണ്. സോ നമുക്ക് ഇനി ഈ ഷീറ്റിലേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓവറോൾ ഷീറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഈ ഷീറ്റിലേക്ക് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡിൽ തന്നെ ഈ റൈറ്റ് സൈഡിൽ കണ്ടോ മോർ ഓപ്ഷൻ, യൂസ് ആസ് എ ഫിൽറ്റർ, പിന്നെ ഗോ ടു ഷീറ്റ്, പിന്നെ റിമൂവ്. സോ ഈ ഗോ ടു ഷീറ്റ് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാലും നമ്മൾ നേരെ പോകുന്ന ഈ ഓവറോൾ ഷീറ്റിലേക്ക് തന്നെ ആയിരിക്കും. സോ ഈ ഓവറോൾ ഷീറ്റിലേക്ക് പോയിട്ട് നമുക്കിനി ഒന്ന് ശരിയാക്കാം. സോ ഇനി സ്റ്റാൻഡേർഡ് വ്യൂ മാറ്റിയിട്ട് നമുക്ക് എൻ്റെ വ്യൂ കൊടുക്കാം. സോ എൻ്റെ വ്യൂ കൊടുത്തു. നമുക്ക്
നമ്മുടെ ഡെമോ ഡാഷ്ബോർഡിൽ ഇത് കുറച്ച് വലുതായിട്ടാണുള്ളത് നമ്മുടെ ഡാഷ്ബോർഡിൽ. സോ അത് നമുക്ക് കുറച്ച് വലുതാക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ടെക്സ്റ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ 3 ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ സം ഓഫ് സെയിൽസ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ സൈസ് കൂട്ടുകയാണ്. സൈസ് ഒരു 20 കൊടുക്കുകയാണ്, ബോൾഡ് ആക്കുകയാണ്, എന്നിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഒരു 22 കൊടുക്കട്ടെ. സോ അപ്ലൈ ചെയ്തു. ഓക്കെ. ഓക്കെ. ഇനി അതിനുശേഷം ഓക്കെ, ഇത് സെൻറ്ററിലേക്കാക്കാം. ഓക്കെ, ഈ സെൻറ്ററിലേക്കാക്കി. ഇനി നമ്മൾ നമ്മുടെ ഡാഷ്ബോർഡിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞ് ഒന്നുകൂടി ആഡ് ചെയ്യാം. ഓവറോൾ സെയിൽസ് കണ്ടില്ലേ? സോ ഓവറോൾ സെയിൽസ് നമുക്ക് കിട്ടി. സോ നമുക്ക് ഈ ഓവറോൾ ഇത് കുറച്ചും കൂടി വലുതാക്കണം. വേണ്ട, ഇത് മതി. ഓക്കെ. സോ ഡൺ. കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു വിഷ്വലൈസേഷനാണ്. സോ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്.